നിയമസഭയുടെ മുറ്റം നിറയെ പലതരത്തിലുള്ള ചെടികൾ. പക്ഷേ കേരളത്തിന്റെ തനത് ചെടികൾ നന്നേ കുറവ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു. ഔഷധ വിജ്ഞാനവും ഒപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് മാതൃകയായി 36 ഇനം തുളസി തൈകൾ വെച്ച് തുളസി വനം തുടങ്ങി. 31 ഇനം നാടൻ വാഴകൾ വെച്ച് പിടിപ്പിച്ച കദളി വനം. ഒഴിഞ്ഞുകിടക്കുന്നിടങ്ങളിൽ വൈവിധ്യമാർന്ന കേരളത്തിന്റെ സ്വന്തം വിത്തിനങ്ങൾ ഇറക്കിയുള്ള കൃഷി. നമ്മുടേതായ ഒരു ജൈവ സംസ്കൃതിയുടെ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു തിരിച്ചുവരവ്. ആ തിരിച്ചുവരവ് വരുന്ന സമയത്ത് ചില സ്പെസിമെനുകൾ, ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കേരള നിയമസഭ അത്തരത്തിലൊരു ഉദാഹരണമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. സന്ദർശകരായി എത്തുന്ന കുട്ടികൾക്ക് വേണ്ടി കുട്ടിവനവും വരുന്നുണ്ട്. പേപ്പർ രഹിത ഈ നിയമസഭാ പദ്ധതി നടപ്പാക്കുന്നതോടെ MLA-മാർക്ക് പേപ്പർ കെട്ടുകളുടെ ഭാരം കുറയും. യഥാർത്ഥത്തിൽ അത് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അവർക്ക് അവരവരുടെ മേശപ്പുറത്തിരുന്ന് ക്ലിക്ക് ചെയ്താലെല്ലാം മനസ്സിലാക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കൊണ്ടുവരിക. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ ഇവിടെ ബാധകമാക്കുക. മീഡിയ 1 തിരുവനന്തപുരം.